വെൽക്കം ബാക്ക് ടു SM Edutech PSC മാത്സ് കോച്ചിങ്. ഞാൻ സിന്ധു. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് ഒരു സംഖ്യ 2 മുതൽ 11 വരെയുള്ള സംഖ്യകൾക്ക് ഡിവിസിബിൾ ആണോ, അതിനുള്ള ഈസി വേ ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സംഖ്യ തന്നിട്ടുണ്ട്, ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണോ, 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ശിഷ്ടം വരത്തില്ലേ എന്ന് കണ്ടുപിടിക്കാനുള്ള ഈസി വേ, ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കി, ഫോർ എക്സാമ്പിൾ 2 കൊണ്ട് ഒരു സംഖ്യ 2 കൊണ്ട് ഡിവിസിബിലിറ്റി ടെസ്റ്റ്, 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്, അതായത് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഈസി വേ, നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്നുള്ളത് എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അതിന് ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ആ സംഖ്യയുടെ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അതായത് ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പം 487 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഹരിച്ചൊന്നും നോക്കണ്ട, ജസ്റ്റ് നമുക്ക് ആ ടെസ്റ്റ് വെച്ച് നോക്കാം. നമ്മൾ എന്താണ് 2 കൊണ്ട് ഹരിക്കാനുള്ള ഈസി വേ? ഒരു സംഖ്യ 2ന് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ഒരു സംഖ്യ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ്, ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. ലാസ്റ്റ് ഡിജിറ്റ് ഈ പറഞ്ഞ 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നോക്കി, 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും നമ്പേഴ്സിൽ വരുന്നുണ്ടോ 7? ഇല്ല. സോ 487നെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റത്തില്ല. അതായത് അതിന് റിമൈൻഡർ വരും, ശിഷ്ടം വരും. ഓക്കെ, 2ന് ഡിവിസിബിൾ അല്ല. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, 9374 is it divisible by 2? ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഹരിക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് ഈ പറഞ്ഞിരിക്കുന്ന 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. ആ തന്നിരിക്കുന്ന സംഖ്യ 2ന്റെ ഡിവിസിബിൾ ആണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇവിടെ 4 വരുന്നുണ്ട്. സോ 0, 2, 4, 6, 8 വരുന്ന 4 ആണ് ഇത്. സോ 9374 is divisible by 2. ഓക്കെ, അപ്പൊ 9374നെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിളോട് നോക്കാം നമുക്ക്. 73,096. ഓക്കെ, 73,096 ഇതാണ് സംഖ്യ. ഈ സംഖ്യ പൂർണ്ണമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. സോ 0, 2, 4, 6, 8 അവിടെ വരുന്നുണ്ട് 6. സോ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് ഈ സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. ഓക്കെ, ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഈ സംഖ്യ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു സംഖ്യ 2ന് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ഒരു സംഖ്യ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി 3ന്റെ ടെസ്റ്റ് നോക്കിയേ. ഒരു സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ എന്നുള്ളതിനെ ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിജിറ്റുകളുടെ തുക എടുക്കുക. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിജിറ്റുകളുടെ തുക, ഫോർ എക്സാമ്പിൾ ഇപ്പം 219 ആണ്. ഓക്കെ, 219 219 ഇതാണ് സംഖ്യ. ഇതിന്റെ ഡിജിറ്റുകളുടെ സം എടുക്കുക. ഡിജിറ്റുകളുടെ സം മീൻസ് 2 + 1 + 9. ഓക്കെ, ആ ഡിജിറ്റുകളുടെ സമ്മ് 3ഓ 3ന്റെ ഗുണിതങ്ങളോ, അതായത് ഡിജിറ്റുകളുടെ സമ്മ് 3ന്റെ ഗുണിതങ്ങളാണെങ്കിൽ ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണ്. നമുക്ക് നോക്കാം ഇത് 3ന് ഡിവിസിബിൾ ആണോ എന്ന്. 2 + 1 എത്രയാണ്? 3 ആണ്. 3 + 9 എത്രയാണ്? 12 ആണ്. 12 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ ഗുണിതമാണ്. സോ 219 is divisible by 3. ഓക്കെ, അതുകൊണ്ട് 219നെ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ വരത്തില്ല, ശിഷ്ടം വരത്തില്ല. വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ.
4012 മൂന്നിന് ഡിവിസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന ഡിജിറ്റുകൾ ആഡ് ചെയ്ത് നോക്കുക. ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 4 0 1 2. അപ്പൊ 4 + 0 + 1 + 2 ഇത്രയും നോക്കിയാൽ മതി. 4 + 0 എത്രയാണ്? 4 ആണ്. 4 + 1 എത്ര? 5 ആണ്. 5 + 2 എത്രയാണ്? 7 ആണ്. 7 3യുടെ മൾട്ടിപ്പിൾ ആണോ? നോ, 7 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ 4012നെ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 4012 എന്ന് പറയുന്നത് 3ന് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ എടുത്തേ. 8106 8106 ഇത് 3ന് ഡിവിസിബിൾ ആണോ? ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമ്മൾ പറയുന്നതാണ്. ഡിവൈഡ് ചെയ്ത് നോക്കാതെ ഈസി വേ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ, അതായത് തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് അതിന്റെ ട്രിക്ക് പഠിച്ചത്? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകൾ, അതായത് അക്കങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അതിന്റെ ഡിജിറ്റുകളുടെ സം എടുക്കുക. 8 + 1 + 0 + 6 ഇതാണ് ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത്. 8 + 1 എത്രയാണ്? 9 ആണ്. 9 + 0 9. then 9 + 6 15 ആണ്. 15 ആണ്. 15 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 8106 is divisible by 3 ആണ്. ഓക്കെ, സോ 8106നെ പൂർണ്ണമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 2 ഡിവിസിബിൾ ടെസ്റ്റ് ആണ് പഠിച്ചത്. ഒരു സംഖ്യയെ 2 കൊണ്ട് എങ്ങനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒന്നും ചെയ്യേണ്ട, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി ഒരു സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ എന്ന് ചെയ്യാനുള്ള മാർഗം എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. ഡിജിറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ഡിജിറ്റുകൾ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുക, ആഡ് ചെയ്യുക, കൂട്ടുക. ആ കൂട്ടി കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ, 3ന്റെ ഗുണിതമാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണ്. ഇസ് ക്ലിയർ? ഇനി നെക്സ്റ്റ് 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഒരു സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഉള്ള മാർഗം എന്ന് വെച്ചാൽ ആ സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് വരുന്ന ഒരു ഡിജിറ്റ് കൂടെ തരാം. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കുക. ആ 2 ഡിജിറ്റും കൂടെ 0യോ 4ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ, 0 അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ 4ന്റെ ഗുണിതങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇവിടെ 400 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ പറഞ്ഞാൽ 0 ആണ്. സോ 0 ആയതുകൊണ്ട് ഈ സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4ന്റെ ഡിവിസിബിൾ ആണ്, റിമൈൻഡർ വരത്തില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുത്തേ. 7116 4ന് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് നോക്കണ്ടേ. 4ന് ഡിവിസിബിൾ ആണോ നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് 16 ആണ്. 16 4ന്റെ ടേബിളിൽ വരുമോ? 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 4 4s are 16 ആണ്. ഓക്കെ, സോ 16 ആണ് ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് വരുന്ന നമ്പർ. 16 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 7116 എന്താണ്? 4 കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4ന്റെ ഡിവിസിബിൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. 9808 9808. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് എത്രയാണ്? അവിടെ 08. ദാറ്റ് മീൻസ് 8 ആണ്. അപ്പൊ 8 4ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 4ന്റെ മൾട്ടിപ്പിൾ ആണോ 8? യെസ്, 4 2s are 8. സോ 9808 എന്താണ്? 4ന് 9808ന് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 9808 എന്ന് പറയുന്നത് 4ന് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ബൈ 4 എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0മോ 4ന്റെ മൾട്ടിപ്പിളോ 0മോ 4ന്റെ ഗുണിതങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യ 4ന്റെ ഡിവിസിബിൾ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കി 5. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സംഖ്യ 5ന് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു സംഖ്യ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. അതിന്റെ യൂണിറ്റ് പ്ലേസ്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 0 5 ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് പ്ലേസ്, അതായത് ഒറ്റയുടെ സ്ഥാനം 0മോ 5ഓ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 24000
965 24,965 ആണ്. അപ്പൊ ഇതിനെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 5? അതാണ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ 5 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യ പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 24,965 എന്ന് പറയുന്നത് 5ന് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കി. 38,095. ഓക്കെ, 38,095. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. 38,095ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ 38,095നെയും 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ എക്സാമ്പിൾ നോക്കിക്കേ. 46,810. 46,810. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 0 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് നമ്മൾ പഠിച്ചു 0 or 5. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് ഇതിനെയും 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ എക്സാമ്പിൾ നോക്കിക്കേ. 76,812. 76,812. 76,812 ആണ്. 12 ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 2 ആണ്. 2 ആയതുകൊണ്ട് ഈ സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 5? നോ, പറ്റത്തില്ല. ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 0, 5 ആണെങ്കിൽ മാത്രമേ ഒരു സംഖ്യ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 0യും അല്ല 5ഉം അല്ല. സോ ഇതിന് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ 4 ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചു. 2ന്റെ, 3ന്റെ, 4ന്റെ, 5ന്റെ. ഇനി 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യ തന്നിരുന്ന അതിനെ പൂർണ്ണമായിട്ടും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് 6ന്റെ ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റിലെ 2 കണ്ടീഷൻ അതിനകത്ത് നോക്കണം. ഫസ്റ്റിലെ നോക്കാനുള്ളത് ആ തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണോ, ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യുമോ. അതാണ് ഫസ്റ്റ് നോക്കണ്ടേ. ആണെങ്കിൽ മാത്രം അടുത്ത ടെസ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പോഴേ മനസ്സിലാക്കാം. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇരട്ട സംഖ്യ ആണോ നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ. 3ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. എങ്ങനെയാണ് 3ന്റെ ഡിവിസിബിൾ ടെസ്റ്റ്? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3ന് ഡിവിസിബിൾ ആണ്. അപ്പം 6ന്റെ ഡിവിസിബിൾ ടെസ്റ്റിൽ 2 കണ്ടീഷൻ നോക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണോ നോക്കുക. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത് അടുത്ത കണ്ടീഷൻ നോക്കിയാൽ ഈവൻ നമ്പർ ആണോ എന്നാണ് ഫസ്റ്റിലെ നോക്കേണ്ടത്. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കണ്ടേ അത് 3ന് ഡിവിസിബിൾ ആണോ. 3ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ഓൾറെഡി പഠിച്ചുകൊണ്ട് നമുക്കറിയാം. സംഖ്യകളുടെ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ആ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ 6ന് ഡിവിസിബിൾ ആണ്. മനസ്സിലായോ? അതായത് ഫസ്റ്റ് നോക്കണ്ടേ ഈവൻ നമ്പർ ആണോ നോക്കണം. ഈവൻ നമ്പർ ആണോ നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം, 3ന് ഡിവിസിബിളും ആയിരിക്കണം. ഓക്കെ, 3ന്റെ ഡിവിസിബിളും ആയിരിക്കണം, ഈവൻ നമ്പറും ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം 708. അപ്പൊ നമ്മൾ എന്താണ് 6ന്റെ ഡിവിസിബിൾ ടെസ്റ്റിൽ ഫസ്റ്റിലെ നോക്കണ്ടേ തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണോ ഇരട്ട സംഖ്യ ആണോ. 708 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഇത് 3ന് ഡിവിസിബിൾ ആണോ. 3ന് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. 7 + 0 + 8. 7 + 0 7 ആണ്. 7 + 8 15 ആണ്, 15 ആണ്. അപ്പൊ നമുക്കറിയാം 3ന്റെ മൾട്ടിപ്പിൾ ആണ് 15. ഓക്കെ, അപ്പൊ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യ ഒരു ഈവൻ നമ്പർ ആണോ ഇരട്ട സംഖ്യ ആണോ. തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണ്. അതുകൂടാതെ തന്നിരിക്കുന്ന സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ. 3ന് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ, 3ന്റെ ഗുണിതമാണെന്നുണ്ടെങ്കിൽ അത് 3ന് ഡിവിസിബിൾ ആണ്. സോ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് 708 6ന് ഡിവിസിബിൾ ആണ്. 6 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഒരു സംഖ്യ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ആ സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആണോ നോക്കുക. ഓക്കെ, ഇരട്ട സംഖ്യ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്കറിയാം ഇത് 6ന് ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫസ്റ്റിലെ ഇരട്ട സംഖ്യ ആണോ നോക്കുക. അതിനുശേഷം ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ, അതായത് സംഖ്യകളുടെ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 6ന്റെ ഡിവിസിബിൾ ആണ്. 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ 3-4 സംഖ്യയിൽ ഇപ്പം ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സംഖ്യ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അതായത് ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണോ എന്നറിയാനുള്ള
ഈസി വേ എന്ന് പറയുന്നത് നിങ്ങൾ ഡിവൈഡ് ചെയ്തൊന്നും ടൈം കളയാൻ നിൽക്കേണ്ട, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. ഇനി എത്ര വലിയ സംഖ്യ ആണെങ്കിൽ പോലും ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് ഒരു സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? റിമൈൻഡർ വരത്തില്ല, അതാണ് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ എന്നറിയാനുള്ള ഈസി വേ എന്താണ്? സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഡിജിറ്റുകളെല്ലാം കൂടെ തന്നിരിക്കുന്ന സംഖ്യ 3 ഡിവിസിബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, നിങ്ങൾ സംഖ്യകളുടെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക, അതിന്റെ അക്കങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഡിജിറ്റുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഒരു സംഖ്യ 4ന് ഡിവിസിബിൾ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതും വളരെ ഈസിയാണ്. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് നോക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് നോക്കുക. ആ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 0 4ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ, 4ന്റെ മൾട്ടിപ്പിളോ ആണ്, ഗുണിതങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 4 ഡിവിസിബിൾ. അതും എത്ര വലിയ സംഖ്യകൾ തന്നാലും ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ വളരെ ഈസിയാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം, 1, 2 0 ആണെങ്കിൽ അതിന് 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അതല്ല 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 8 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ ഗുണിതമാണ്. സോ ഈ സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 16 16 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ തന്നിരിക്കുന്ന സംഖ്യയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 4ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 0 4ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ്. 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. ഒന്നുമില്ല, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെന്നുണ്ടെങ്കിൽ, ഒന്നിൽ 0 അല്ലെങ്കിൽ 5. 0 ആണെങ്കിലും ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 ആണെങ്കിലും ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സംഖ്യ 5ന് ഡിവിസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? യൂണിറ്റ് പ്ലേസ്, ലാസ്റ്റ് പ്ലേസ്, വൺസ് പ്ലേസ് മാത്രം, ഒറ്റയുടെ സ്ഥാനം മാത്രം നോക്കുക. ഒറ്റയുടെ സ്ഥാനം 0 5 ആണെന്നെങ്കിൽ ആ സംഖ്യ 5ന് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ ആ സംഖ്യ 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് 6ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ആണ്. 6ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് നിങ്ങൾ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണോ, ഇരട്ട സംഖ്യയാണോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന സംഖ്യ ഈവൻ നമ്പർ ആണോ നോക്കിയതിന് ശേഷം ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണോ, അതായത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ, അതിന്റെ തുകയും നോക്കിയാൽ, ഡിജിറ്റുകളുടെ അക്കം നോക്കിയാൽ മതി. 3ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് നമുക്കറിയാം, ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക, അത് തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക, കൂട്ടി കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പം 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ്? ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കണം, കൂടാതെ 3ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. രണ്ടും ഓക്കെ ആണെങ്കിൽ ആ സംഖ്യ 6ന് ഡിവിസിബിൾ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ബാക്കി നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഒരു സംഖ്യ 7ന് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ടെസ്റ്റിന്? 7ന് ഡിവിസിബിൾ ആണോ, ഒരു സംഖ്യ പൂർണ്ണമായിട്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പം 238, ഓക്കെ, 238. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി എടുക്കുക, ഡബിൾ എടുക്കുക, അതിന്റെ ട്വൈസ്. 8ന്റെ ഇരട്ടി എത്രയാണ്? 16 ആണ്. അപ്പൊ മറ്റു സംഖ്യയിൽ നിന്ന് ആ 16 കുറയ്ക്കുക. 23ൽ നിന്ന് 16 കുറച്ച് എത്ര വരുന്നത്? 21 16 കുറച്ച് വരുന്നത് 7 ആണ്. ഓക്കെ, അപ്പൊ 7 ആണ്. 23 - 16 7 ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ആ ലാസ്റ്റ് ഡിജിറ്റിന് ഡബിൾ എടുക്കുക, ഇരട്ടി എടുക്കുക. ആ ഇരട്ടി മറ്റുള്ള സംഖ്യ, ഇതിപ്പോ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ ലാസ്റ്റ് ഡിജിറ്റ് മാറ്റിയുള്ള ബാക്കിയുള്ള സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയിൽ നിന്ന് ഇതിന്റെ ഡബിൾ ഇരട്ടി കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന സംഖ്യ 0 7ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ഈ സംഖ്യ 7ന്റെ ഡിവിസിബിൾ ആണ്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സംഖ്യ 7ന് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ഒരു സംഖ്യയെ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ്, അതിന്റെ ഈസി വേ എന്താണ്? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാനൊന്നും നിൽക്കേണ്ട, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റ് ഇരട്ടി എടുക്കുക, ഡബിൾ എടുക്കുക. ആ ഇരട്ടി മറ്റുള്ള സംഖ്യ, അതായത് ഈ ലാസ്റ്റ് ഡിജിറ്റ് ഒഴിച്ചുള്ള മറ്റു സംഖ്യ ഉണ്ടല്ലോ, 237ന് 8 മാറ്റിയാൽ കിട്ടുന്ന ബാക്കി എത്രയാണ്? 23. 23ൽ നിന്ന് ആ 8ന്റെ ഇരട്ടി കുറയ്ക്കുക.
23 - 16 8ന്റെ ഡയറക്റ്റ് എത്രയാണ് 16 അപ്പൊ 23 16 കുറച്ച് എത്ര കിട്ടുന്ന 7 അപ്പൊ ആ കിട്ടുന്ന സംഖ്യ കുറച്ച് കിട്ടുന്ന സംഖ്യ 0 7ന്റെ മൾട്ടിപ്പിളോ 0 ആവാം 0 വന്നാലും ആൻസർ കറക്റ്റ് ആണ് 7ന്റെ മൾട്ടിപ്പിൾ വന്നാലും ആൻസർ കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് 7 വന്നത് 7ന്റെ മൾട്ടിപ്പിൾ വരുന്നതിൽ 7 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ സോ 0 7ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 7ന് ഡിവിസിബിൾ ആണ് അതായത് തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒരു സംഖ്യ 7ന് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഒരു സംഖ്യ 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക ആ ലാസ്റ്റ് ഡിജിറ്റ് ഇരട്ടി എടുക്കുക നിങ്ങൾ ഡബിൾ എടുക്കുക ഓക്കെ ആ ഇരട്ടി മറ്റു സംഖ്യയിൽ നിന്ന് അതായത് ആ ലാസ്റ്റ് ഡിജിറ്റ് ഒഴിച്ചുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക ഇവിടെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് ഇതാണ് അതിന്റെ ഇരട്ടി 16 ബാക്കി സംഖ്യ എത്ര 23 ആ 23 16 കുറയ്ക്കുക കുറച്ച് കിട്ടുന്ന സംഖ്യ 0 7ന്റെ മൾട്ടിപ്പിളോ ആയാൽ കുറച്ച് കിട്ടുന്ന സംഖ്യ 0 7ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് 6 നമ്പേഴ്സിന്റെ പഠിച്ചു 2 3 4 5 6 7 6 നമ്പേഴ്സിന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ആണ് പഠിച്ചത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഒരു സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈസി വേ എന്ന് പറയുന്നത് ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പൂർണ്ണമായും ഓക്കെ ഇനി ഡിവിസിബിൾ ടെസ്റ്റ് ബൈ 3 ആണ് ഒരു സംഖ്യ 3 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഡിവിസിബിൾ ടെസ്റ്റ് എത്രയാണ് എന്താണ് അതിന്റെ തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും ക്ലിയർ ആയല്ലോ ഇനി 4 കൊണ്ട് 4ന്റെ ഡിവിസിബിൾ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക അവസാനത്തെ 2 അക്കങ്ങൾ മാത്രം എടുക്കുക ലാസ്റ്റ് 2 ഡിജിറ്റ് 0 4ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ 0 4ന്റെ ഗുണിതങ്ങളോ ആണെങ്കിൽ ആ സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇസ് ഇറ്റ് ഓക്കെ ഇനി അടുത്ത 5ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ആണ് 5 കൊണ്ട് ഒരു സംഖ്യ 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും 5ന്റെ ഡിവിസിബിൾ ആണ് ക്ലിയർ ആണല്ലോ ഇനി 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ അടുത്ത് പഠിച്ചത് 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് നോക്കാനുള്ളത് ആ തന്നിരിക്കുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണോ ഈവൻ നമ്പർ ആണോ ഓക്കെ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കൂടെ നോക്കണം 3ന്റെ ഡിവിസിബിൾ ആണോ നോക്കുന്നത് 3ന്റെ ഡിവിസിബിൾ ആണോ നോക്കണം 3ന്റെ ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ നോക്കുന്നത് നമുക്കറിയാം തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക ആ കിട്ടുന്ന ഡിജിറ്റുകളുടെ സമ്മ് 3ന് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ 3ന് ഡിവിസിബിൾ ആണ് ഓക്കെ അപ്പം 6ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ഈവൻ നമ്പർ ആണോ നോക്കുക 3ന് ഡിവിസിബിൾ ആണോ നോക്കുക ഓക്കെ ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ ആ സംഖ്യ 6 ഡിവിസിബിൾ ആണ് ആ സംഖ്യ 6 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച 7ാമത്തെ ഒരു സംഖ്യയുടെ ഡിവിസിബിൾ ടെസ്റ്റ് ബൈ 7 എങ്ങനെയാണ് 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക അതിന്റെ ഇരട്ടി എടുക്കുക ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി മറ്റു സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് 8ന്റെ ഇരട്ടി 16 ആണ് മറ്റു സംഖ്യ എത്രയാണ് 23 ആണ് 23 16 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 7 ആണ് അപ്പൊ ആ കുറച്ച് കിട്ടുന്ന സംഖ്യ 0 ആയാലും കറക്റ്റ് ആണ് ഓക്കെ 0 7ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ നമുക്ക് 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഡിവിസിബിൾ ടെസ്റ്റ് ഇനിയും 3-4 ഉണ്ട് 8 ഉണ്ട് 9 10 11 ഇത്രയും കൂടെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ഒരു 2-3 പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ 341 ഇതൊരു ക്വസ്റ്റ്യൻ ആണ് 341നോട് എന്ത് കൂട്ടിയാൽ ഇത് 3ന് ഡിവിസിബിൾ ആവും എന്നാണ് ക്വസ്റ്റ്യൻ 341നോട് ഏത് സംഖ്യ കൂട്ടിയാൽ ഈ സംഖ്യ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 341നോട് ഏത് നമ്പർ കൂട്ടിയാൽ ഏത് ചെറിയ നമ്പർ കൂട്ടിയാൽ ഇത് 3ന് ഡിവിസിബിൾ ആണ് 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ നോക്കിക്കേ 300 നമുക്കറിയാം 3ന് ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് എത്രയാണ് 3 + 4 7 ആണ് 7 + 1 8 ആണ് ഇതിപ്പോ 8 ആണ് വരുന്നത് ഓക്കെ അപ്പൊ 8 3ന്റെ മൾട്ടിപ്പിൾ അല്ല 3ന്റെ ഗുണിതം അല്ല പക്ഷെ 9 ആണെന്നേ പറ്റും അപ്പൊ ഇതിനോട് എത്ര ആഡ് 341നോട് എത്ര ആഡ് ഏത് ചെറിയ നമ്പർ ആഡ് ചെയ്താൽ
ഇത് 3 ഡിവിസിബിൾ ആവും. 8 9 ആവണ എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. നോക്കിക്കേ, അപ്പൊ 340 1 ആഡ് ചെയ്ത് എത്ര വരുന്നത്? 342. അപ്പൊ എത്ര ആഡ് ചെയ്ത? ഞാൻ 1 ആണ് ആഡ് ചെയ്തത്. 341 1 ആഡ് ചെയ്യാൻ കാരണം എന്താണ്? 341 ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടിയപ്പോ 8 കിട്ടിയത്. പക്ഷെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണേ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ 9 ആണ്. 8 9 ആവണ എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. സോ 341 1 ആഡ് ചെയ്യുമ്പോൾ 342 കിട്ടി. ഇത് ഡിവിസിബിൾ ആണോ 3നെ നോക്കാം നമുക്ക്. 4 + 3 7 7 + 2 9. അപ്പൊ ഇത് 3 ഡിവിസിബിൾ ആണ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാതെ ഡിവിസിബിൾ ആണോ എന്നല്ല, ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ അത് അടുത്ത ഏറ്റവും അടുത്ത ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഇത് 3ന് ഡിവിസിബിൾ ആവും, അങ്ങനെയൊക്കെയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ സംഖ്യയിൽ നിന്ന് എത്ര കുറച്ചാൽ ഇത് 5ന് ഡിവിസിബിൾ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സംഖ്യയിൽ നിന്ന് എത്ര കുറച്ചാൽ, ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാൽ ഇത് 5ന് ഡിവിസിബിൾ ആവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു 5ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0യോ 5ഓ ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 0ഓ 5ഓ ആണെങ്കിൽ അതിന്റെ ഡിവിസിബിൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും ചെറിയ ഏത് നമ്പർ കുറച്ചാൽ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഏറ്റവും ചെറുത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ 5 ആവാനാണ് ചെറുത് കുറയ്ക്കുന്നത്. 7 5 ആവാൻ എത്ര കുറയ്ക്കണം? 2 കുറച്ചാൽ. പക്ഷെ 0 ആവാൻ 7 തന്നെ കുറയ്ക്കണം. അപ്പൊ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാൽ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 897 നിന്ന് ഏത് ചെറിയ സംഖ്യ കുറച്ചാൽ ഇത് 5ന് ഡിവിസിബിൾ ആണ്. അപ്പം 7 നമുക്കറിയാം 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയിരിക്കണം. അപ്പൊ 0 ആവണമെന്നുണ്ടെങ്കിൽ 7 തന്നെ കുറയ്ക്കണം. പക്ഷെ 5 ആവണമെന്നുണ്ടെങ്കിലോ 2 കുറച്ചാൽ മതി. 7 ന് 2 കുറച്ചാൽ എത്ര വരുന്നത്? സോറി, 7 ന് 5 കുറച്ചാൽ എത്ര വരുന്നത്? 2 വരുന്നത്. അപ്പൊ എത്ര ആവും? 895 ആവും. 2 കുറച്ചാൽ എത്ര വരുന്നത്? 895 ആവും. അപ്പൊ ഇതിനെ പൂർണ്ണമായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് is 5. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് is 5. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സംഖ്യയിൽ നിന്ന് ഏത് ചെറിയ സംഖ്യ കുറച്ചാൽ ഇതിന് 5 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും എന്നറിയാൻ എന്ത് ചെയ്യുക? നമുക്കറിയാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയിരിക്കണം പൂർണ്ണമായിട്ട് ഹരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ 7 കുറക്കണം. 7 ന് 7 കുറച്ചാലേ 0 വരത്തുള്ളൂ. പക്ഷെ 5 ആവാൻ 2 കുറച്ചാൽ മതി. അപ്പൊ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറയ്ക്കണം? 2 ആണ് ഉത്തരം. അപ്പൊ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാലാണ് ഇത് 5ന്റെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത്? 2. അപ്പൊ ഉത്തരം 2 ആണ്. മനസ്സിലായല്ലോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 409 ഈ സംഖ്യയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാൽ ഇത് 4ന് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും? 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ 409 എന്ന സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാൽ ഇത് ഈ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് നമ്മുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചു. എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് നോക്കണം. 2 ഡിജിറ്റ് 0ഓ 4ന്റെ മൾട്ടിപ്പിൾസോ ആണെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ 0 അല്ല, 4ന്റെ മൾട്ടിപ്പിളും അല്ല. പക്ഷെ 9 ആണ്. അപ്പൊ 9ന് തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 8 ആണ്. അപ്പൊ 9 8 ആവണമെങ്കിൽ എത്ര കുറച്ചാൽ മതി? 1 കുറച്ചാൽ മതി. 408 ആവും. 408 4ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കാര്യം? ലാസ്റ്റ് 408നെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 8 ആണ്. അപ്പൊ 8 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 480 is divisible by 4 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാൽ ഇത് 4ന് ഡിവിസിബിൾ ആവും? 1 കുറച്ചാൽ. അപ്പൊ ആൻസർ എത്രയാണ്? 1 ആണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ വേറൊരു ക്വസ്റ്റ്യൻ. 97,611 ഈ സംഖ്യയോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഈ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഇതിനെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 4ന്റെ ഡിവിസിബിൾ ടെസ്റ്റിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ 4ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ അതിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ 0യോ അല്ല, 4ന്റെ മൾട്ടിപ്പിളോ അല്ല, 11 ആണ്. 11ന്റെ കൂടെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ 4ന്റെ മൾട്ടിപ്പിൾ വരും? 4ന്റെ മൾട്ടിപ്പിൾ 4 8 12 ആണ്. അപ്പൊ നെക്സ്റ്റ് 11 കഴിഞ്ഞുള്ള തൊട്ടടുത്ത മൾട്ടിപ്പിൾ 12 ആണ്. അപ്പൊ 11 12 ആവാൻ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. സോ ആൻസർ എത്രയാണ്? 1 കൂട്ടുമ്പോൾ എത്രയും 97,612 ആവും. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് ഒരുമിച്ചെടുത്ത് 12 ആണ്. 12 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. സോ 97,612 എന്ന് പറയുന്നത് പിന്നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4ന് ഡിവിസിബിൾ ആണ്.
അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 97,611 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ അത് 4നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 4ന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ ഏതാണ് ആൻസർ? 1 ആണ്. എങ്ങനെ കിട്ടി? നമുക്കറിയാം 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ 4ന്റെ മൾട്ടിപ്പിൾസോ ആണെങ്കിൽ ആ സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ലാസ്റ്റ് 2 ഡിജിറ്റ് 11 വന്നത്. 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അടുത്ത ഏതാണ്? 12 ആണ്. അപ്പൊ 11 12 ആവണേ എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ ആൻസർ എത്രയാണ്? 1. ഏത് ചെറിയ സംഖ്യ ആഡ് ചെയ്താൽ ഇത് 4 കൊണ്ട് ഈ സംഖ്യയെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് സംഖ്യ ആഡ് ചെയ്യണം? ചെറിയ സംഖ്യ ഏതാണ്? 1 ആഡ് ചെയ്താൽ ഇതിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ നമ്മളിപ്പം ഇന്ന് പഠിച്ചത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ്. 1 മുതൽ 7 വരെയുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പഠിച്ചു. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്തു. അപ്പൊ ഇനി ഒരു 4-5 ടെസ്റ്റ് കൂടെ ബാലൻസ് ഉണ്ട്. അതിന്റെ ബാലൻസ് ടെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.